കുഴപ്പമില്ല, ഫോട്ടോ ക്ലിയർ. ഇനി എന്താ എടുക്കാൻ വിട്ടുപോയ വെച്ചാൽ ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഫോർമേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് 3 മാർക്കിൻ്റെ ഒരു 2 ക്വസ്റ്റ്യനിൽ ഒരെണ്ണം ചോദിക്കുന്നതാണ്. ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊന്നും എടുക്കാം. ഹെഡിങ് എഴുതാം, ഫോർമേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതാ മോഡിൽ തന്നെ, സെയിം മോഡിൽ തന്നെ, 4th മോഡിലല്ലേ നമ്മൾ നോക്കുന്നത്. നമ്മളിപ്പോൾ 4th അല്ലേ നോക്കുന്നത്. 4th ഒരു സെയിം ടോപ്പിക് തന്നെയാണ് 3 മാർക്കിന് ചോദിക്കുക. നമുക്ക് 3 മാർക്ക് കൂടി കിട്ടണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ടോപ്പിക് തന്നെയാണ്. ഫോർമേഷൻ ഓഫ് PDE, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർമേഷൻ ഓഫ് PDE. ഞാൻ കൂടുതലൊന്നും എടുക്കുന്നില്ല, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് എടുക്കുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ 3 ടൈപ്പിൽ ഫോർമേഷൻ ഉണ്ട്. ഒന്ന് പറയുന്നത്, ശരിക്കും നമുക്കിപ്പോൾ 2 ടൈപ്പ് അതിൽ കാണുന്നുള്ളൂ കേട്ടോ. ഒന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ ഉള്ളിൽ നിന്ന് ആർബിറ്ററി ആയിട്ട് AB എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഉണ്ടാകും. ആ കോൺസ്റ്റന്റിനെ എലിമിനേറ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ ഫസ്റ്റ് ടൈപ്പാണ് ഇതിലെ ഒന്നാമത്തെ ടൈപ്പാണ് ഫോർമേഷനിൽ ബൈ എലിമിനേറ്റിംഗ് ആർബിറ്ററി കോൺസ്റ്റന്റ്സ്. പ്രത്യേകിച്ച് ഒരു പേരൊന്നും പറയില്ല കേട്ടോ. ബൈ എലിമിനേറ്റിംഗ് ആർബിറ്ററി കോൺസ്റ്റന്റ് ഒന്നും പറയില്ല. അത് നമ്മളങ്ങനെ പഠിക്കുക കേട്ടോ. ബൈ എലിമിനേറ്റിംഗ് ആർബിറ്ററി കോൺസ്റ്റന്റ്. ഒരു ആർബിറ്ററി കോൺസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ എലിമിനേറ്റ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഫുൾ ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ മൊത്തം പഠിച്ചോളൂ. കാരണം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് 3 മാർക്ക് ചെയ്യുന്നത്. 2 ടൈപ്പാണ് ചോദിക്കുക. ഒന്ന് എലിമിനേറ്റിംഗ് ആർബിറ്ററി കോൺസ്റ്റന്റും പിന്നെ എലിമിനേറ്റിംഗ് ആർബിറ്ററി ഫംഗ്ഷനും കേട്ടോ. അപ്പോൾ എലിമിനേറ്റിംഗ് ആർബിറ്ററി കോൺസ്റ്റന്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കട്ടെ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആർബിറ്ററി ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിച്ചേക്കുന്നത് 2 എണ്ണത്തിലും. ഞാനിപ്പോൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ 3ലും ആർബിറ്ററി ഫംഗ്ഷനാണ്. ആർബിറ്ററി കോൺസ്റ്റന്റ്. ഓക്കെ, ഇതിൽ ആർബിറ്ററി ഫംഗ്ഷനാണ്. ഇതിൽ 2 ക്വസ്റ്റ്യനും ഫോമേ PDE ആണ് കേട്ടോ. 2 ക്വസ്റ്റ്യനും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യനും ഫോമേ PDE എന്നാണ് ചോദിച്ചേക്കുന്നത്. രണ്ടും കണ്ടീഷൻ എന്താ ആർബിറ്ററി. ഓക്കെ, അതിനും ആർബിറ്ററി ഫംഗ്ഷനാണ്. ഓക്കെ, തൽക്കാലം ഇതിലില്ല. ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുക്കാം. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ എഴുതാണ് ഫോം എ PDE. ക്വസ്റ്റ്യൻ എഴുതാം ഫോം എ PDE പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫോം എ PDE from z equal to ax plus by plus a square plus b square. ഈ ഒരു ഇക്വേഷൻ്റെ ഉള്ളിൽ z ആണ് അല്ലേ. ആ z എന്ന് പറഞ്ഞ സൊല്യൂഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന CF plus PI എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കില്ലേ. ആ സൊല്യൂഷൻ തന്നേക്കാണ്. നമ്മളോട് ഈ സൊല്യൂഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാമെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഒരു പ്രാവശ്യം വൈയിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഒരു പ്രാവശ്യം എക്സിലും ഒരു പ്രാവശ്യം വൈയിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 1 എഴുതാം. ഓക്കെ, നമ്മളതിനെ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് കേട്ടോ. ഡോ ഇസഡ് ബൈ ഡോ എക്സ് ചെയ്യുന്നു. അപ്പോൾ എ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ് 1 പ്ലസ് അതിൽ എക്സ് ഇല്ല, ഇതിലും എക്സ് ഇല്ല, ഇതിലും എക്സ് ഇല്ല, അതെല്ലാം എന്തായി 0. ഇപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ടേമിനെ മാത്രം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയിപ്പോയി, ബാക്കി എല്ലാതും എന്താണ് 0 ആണ്. നമ്മൾ ഡോ ഇസഡ് ബൈ ഡോ എക്സിന് ഒരു സിമ്പിൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഡോ ഇസഡ് ബൈ ഡോ എക്സിനെ നമ്മൾ പി എന്ന ലെറ്റർ കൊണ്ടും ഡോ ഇസഡ് ബൈ ഡോ വൈനെ നമ്മൾ ക്യൂ എന്ന ലെറ്റർ കൊണ്ടും ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇതിന് എന്ത് കൊടുത്തു? പി എന്ന് കൊടുത്തു. അപ്പം നമുക്ക് എന്താ കിട്ടിയത്? പി ഈക്വൽ ടു എ എന്ന് പറയുന്ന റിസൾട്ട് കിട്ടി. ഓക്കെ, നമുക്ക് എന്താണ് കിട്ടിയത്? പി ഈക്വൽ ടു എ കിട്ടി. അതേപോലെ ഒന്നാമത്തെ ഇക്വേഷനെ
ഡോ ഇസെഡ് ബൈ ഡോ വൈ ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വൈയിൽ ഞാൻ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താ വരിക? ആദ്യത്തെ ടേം 0, രണ്ടാമത്തേത് ബി ഇൻറ്റു 1, പിന്നെ രണ്ടും 0. അപ്പോൾ ഇതെന്താണ്? ക്യൂ എന്ന് കിട്ടി. അപ്പോൾ ക്യൂ ഈക്വൽ ടു ബി എന്ന് കിട്ടി. അപ്പോൾ ബിയുടെ വാല്യൂ എന്താണ്? ക്യൂ. ഇങ്ങനെ ഈ എയും ബിയും കണ്ടുപിടിക്കുക, അതാണ് നമ്മുടെ ഡ്യൂട്ടി. ആ കണ്ടുപിടിച്ച രണ്ട് വാല്യൂ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ സൊല്യൂഷനായി. ഓക്കെ, നമ്മുടെ ആൻസറായി. അപ്പോൾ എഴുതാം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ ഈ എയും ബിയും കിട്ടിയ വാല്യൂ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കഴിഞ്ഞു. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ ഡോ ഇസെഡ് ബൈ ഡോ എക്സ് കിട്ടിയപ്പോൾ പി ഈക്വൽ ടു എ എന്ന് കിട്ടി, ക്യൂ ഈക്വൽ ടു ബി എന്ന് കിട്ടി. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ മാറ്റോട്ടെ, വായിക്കുകയാണേ. അപ്പം ഞാനത് കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇസെഡ് ഈക്വൽ ടു എന്തായി? പി എക്സ് പ്ലസ് ക്യൂ വൈ പ്ലസ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ദിസ് ഈസ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നും ചെയ്തില്ല. വിത്ത് റെസ്പെക്ട് ടു എക്സിലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫോം എ പി ഡി ഇ ഇസഡ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് 1. Form a PDE z equal to x minus a whole square plus y minus b whole square plus 1. ഓക്കെ ആണോ? നേരത്തെ പോലെ ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ചെയ്യുന്നു. ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഓക്കെ, വേണമെങ്കിൽ സ്റ്റെപ്പ് ഒക്കെ എഴുതാം. ശ്രദ്ധിക്കുക, സ്റ്റെപ്പ് ഒക്കെ എഴുതാം. വേണമെങ്കിൽ നമ്മൾ പുലികളായി മാറാം. ഇങ്ങനെ എഴുതണ്ട. ഇങ്ങനെ സെന്റൻസ് ഒക്കെ എഴുതാം. നമുക്ക് ആൻസർ തെറ്റിയാലും കുഴപ്പമില്ല, സെന്റൻസ് ഒക്കെ എഴുതാം. ഡിഫറൻഷിയേറ്റിംഗ് പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 1. ഇക്വേഷൻ 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നൊരു സ്റ്റെപ്പ് എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മൾ വലിയ പഠിപ്പിസ്റ്റൽ പോലെ തോന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2 ഇൻറ്റു എക്സ് മൈനസ് എ അല്ലേ? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x അല്ലേ? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2 ഇൻറ്റു എക്സ് മൈനസ് എ പ്ലസ് അടുത്തത് 0, അടുത്തത് 0. അപ്പോൾ നമുക്കിവിടെ കിട്ടും, ഇത് പി എന്നാണ് പറഞ്ഞത്. പി ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് എ. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് എ എന്നുള്ള ടേമില്ലേ, അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? പി ബൈ 2 ഈക്വൽ ടു എക്സ് മൈനസ് എ. നമ്മളെന്താ ചെയ്തത്? എ എല്ലാ പ്രാവശ്യം ചെയ്തത് നമ്മൾ എ ഈക്വൽ ടു എഴുതുന്നില്ല. എക്സ് മൈനസ് എക്ക് പകരം പി ബൈ 2 എന്ന് കൊടുക്കാം. എ ഈക്വൽ ടു ഒന്ന് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ് മൈനസ് എ എന്നുള്ള ടേമിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? പി ബൈ 2 എന്ന് കൊടുക്കാം. അതേപോലെ അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതാണ്? ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വന്നു? ഡോ ഇസെഡ് ബൈ ഡോ വൈ ഈക്വൽ ടു ഇത് 0 പ്ലസ് 2 ഇൻറ്റു വൈ മൈനസ് ബി പ്ലസ് അടുത്തത് 0. അപ്പോൾ നേരത്തെ പോലെ ക്യൂ ഈക്വൽ ടു 2 ഇൻറ്റു വൈ മൈനസ് ബി. അതിനെ 2ന് താഴോട്ട് വരുമ്പോൾ ക്യൂ ബൈ 2 ഈക്വൽ ടു വൈ മൈനസ് ബി. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ ആ കോൺസ്റ്റന്റ് അവിടെ നിന്ന് ഇല്ലാണ്ടായി പോകണം. അത് എങ്ങനെ പോകണമെന്ന് നമ്മൾ തീരുമാനിക്കുക. കോൺസ്റ്റന്റിന് എങ്ങനെയെങ്കിലുമൊക്കെ കളഞ്ഞിട്ട് അവിടെ പിയും ക്യൂവും കൊണ്ടുവരാം. ഓക്കെ, കോൺസ്റ്റന്റിനെ എങ്ങനെയെങ്കിലുമൊക്കെ കളഞ്ഞിട്ട്, എങ്ങനെയെങ്കിലും കളയല്ല, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കളഞ്ഞിട്ട് അവിടെ പിയും ക്യൂവും കൊണ്ടുവന്നാൽ പ്രോബ്ലം അവസാനിച്ചു. ഇപ്പോൾ ഈ കിട്ടിയ രണ്ട് വാല്യൂ ഇല്ലേ, ഇത് രണ്ട് എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എഴുതാം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇസഡ് ഈക്വൽ ടു എക്സ് മൈനസ് എക്ക് പി ബൈ 2 കൊടുക്കുമ്പോൾ പി ബൈ 2ൻ്റെ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബിക്ക് ക്യൂ ബൈ 2 കൊടുക്കുമ്പോൾ ക്യൂ ബൈ 2ൻ്റെ സ്ക്വയർ
പ്ലസ് 1. വേണമെങ്കിൽ ഒന്നും നീറ്റ് ആക്കാം. പി സ്ക്വയർ ബൈ 4 പ്ലസ് ക്യൂ സ്ക്വയർ ബൈ 4 പ്ലസ് 1. ഓക്കെ, ഇനിയും വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. 4 കൊണ്ട് ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4z ഈക്വൽ ടു, അങ്ങനെ എഴുതിയാലും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 4. ഇതാണ് ലാസ്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായി വരുന്നുണ്ടോ? കുറേശ്ശെ എത്ര പെട്ടെന്ന് സമയം പോണേ, 1 മണിക്കൂറായി. ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതാം. ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതിയിട്ട് അടുത്ത ടൈപ്പിലേക്ക് പോകാം. അടുത്ത ടൈപ്പാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചോദിച്ചങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പറയട്ടെ. ഫൈൻഡ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതാണ് എഴുതുന്നത്. ഫൈൻഡ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എഴുതാം. ഫൈൻഡ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഓൾ സ്പിയർ. സ്പിയർ ആണ്. ഓഫ് ഓൾ സ്പിയർ, SPHERE. Find the differential equation of all spheres whose center lie on the z-axis. Find the differential equation of all spheres. എല്ലാ സ്പിയറിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണണം. ഓഫ് സെൻറ്റർ, ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ 2 ക്വസ്റ്റ്യൻ തന്നത്. ഫൈൻഡ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഓൾ സ്പിയർ ഹൂസ് സെൻറ്റർ ലൈ ഓൺ. ഏത് വർഷമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏത് വർഷമാണ്? മെയ് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഓൾ സ്പിയേഴ്സ് whose center lie on the z-axis. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു സ്പിയറിൻ്റെ ഇക്വേഷൻ ഞാൻ പറയാണ്. അതായത് ABC എന്ന് പറയുന്ന 3 പോയിന്റ് സെൻറ്റർ വരുന്ന, ആ 3 പോയിന്റ് സെൻറ്റർ വരുന്ന, ഇപ്പോൾ 3 ഡയമെൻഷൻ കേസാണ് നമ്മൾ പറയാം അല്ലേ. ഇതിപ്പോൾ x ആക്സിസ് ആണെന്ന് വിചാരിക്കുക, ഇത് y ആക്സിസ്, ഇത് z ആക്സിസ്. അപ്പോൾ ഇതിലത്തെ പോയിന്റ് A, ഇതിലത്തെ പോയിന്റ് B, 3D ആണ് കേട്ടോ, ഇതിലത്തെ പോയിന്റ് C. 3 പോയിന്റിലും കൂടി വരുന്ന ഒരു സെൻറ്ററിൽ വരുന്ന ഒരു സ്പിയറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? x മൈനസ്, ആരും എഴുതണ്ട, x മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് z മൈനസ് സി ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. ഇതാണ് 3 പോയിന്റിലും 3 ഡയമെൻഷനിലാണ്. അതെങ്ങനെ സാറ് 3 പോയിന്റിൽ വരിക എന്നൊന്നും ചിന്തിക്കേണ്ട. 3D വരുമ്പോഴേ ആ വരയ്ക്കുന്ന ഭാഗത്തല്ല, അത് കയറി നിൽക്കും. ഓക്കെ, അപ്പോൾ ആ 3ലും സെൻറ്റർ വരുന്ന, 3 ഡയമെൻഷനിലും സെൻറ്ററിലെ ഒരു പോയിന്റ് വരുന്ന ഇക്വേഷൻ ഇതാണ്. എന്താണ് ഇക്വേഷൻ? x മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് z മൈനസ് സി ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. ഇതാണ് സ്പിയറിൻ്റെ ഇക്വേഷൻ വരുന്നത്. 3ലും സെൻറ്റർ പോയിന്റ് വരുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സെൻറ്റർ ലൈ ഓൺ ദി ഇസഡ് ആക്സിസ് എന്നാണ്. ഇസഡ് ആക്സിസിലാണ് എന്തുള്ളത്? സെൻറ്റർ ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇസഡ് ആക്സിസിൽ മാത്രമേ പോയിന്റ് ഉള്ളൂ. അതായത് ബാക്കി 2 പോയിന്റും എന്താണ്? 0 ആണ്. മനസ്സിലായോ? അപ്പോൾ സെൻറ്റർ ലൈ ഓൺ ദി ഇസഡ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ആ സെൻറ്റർ എങ്ങനെയായിരിക്കും? എക്സും 0, വൈയും 0, ഇസഡിൽ എന്തുണ്ട്? സി എന്ന് പറഞ്ഞ പോയിന്റ്. ഇതിപ്പോൾ സെൻറ്റർ ലൈ ഓൺ ദി എക്സ് ആക്സിസ് എന്നാണ് പറയണമെങ്കിലോ, സെൻറ്റർ ലൈ ഓൺ ദി എക്സ് ആക്സിസ് എന്നാണെങ്കിലോ, എക്സിൽ എ വരും, ബാക്കി 2 സ്ഥലത്തും 0 വരും. സെൻറ്റർ ലൈ ഓൺ വൈ ആക്സിസ് എന്ന് പറഞ്ഞാലോ, വൈയിൽ ബി വരും, ബാക്കി 2 സൈഡിലും 0 വരും. അപ്പോൾ ശ്രദ്ധിക്കുക, സെൻറ്റർ ലൈ ഓൺ ഇസഡ് ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ എന്താ വരിക? എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് 0, ഇസഡ് കോർഡിനേറ്റ് സി.
ഓക്കെ ആണോ? അപ്പോൾ താഴെ സെൻറ്റൻസ് എഴുതാണ്. we know that the equation of sphere with the radius r എന്ന് പറഞ്ഞ radius with the radius r and center lie on z axis. അതിന്റെ ബ്രാക്കറ്റിൽ എഴുതാം സെന്ററിന്റെ പോയിന്റ് 0 0 c. center lie on z axis is ഇക്വേഷൻ ഞാൻ പറയണേ, ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതുകൊണ്ട് എടുക്കുന്നതാണ്. x² + y² + z - c whole square = r². ഇതിന് നമ്മൾ എന്ത് കൊടുത്തു? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ ആണോ? ഇതുവരെ എഴുതിയെന്ന് മനസ്സിലായോ? എന്തുകൊണ്ട് ഇങ്ങനെ എഴുതിയെന്ന് മനസ്സിലായോ? എക്സിന്റെയും വൈയുടെയും കോർഡിനേറ്റ് 0 ആണ്. ആരൊന്നും മിണ്ടുന്നില്ല. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എന്താ? x - a whole square + y - b whole square + z - c whole square. അത് വേണമെങ്കിൽ എഴുതാം. എന്താണ് ഇക്വേഷൻ? x - a whole square + y - b whole square + z - c whole square = r². അതല്ലേ നമ്മളെ ഇക്വേഷൻ ഓഫ് സ്ഫിയറിന്റെ ഇക്വേഷൻ. അതിലെ സെന്റർ 0 0 c ആണെന്ന് വയ്ക്കുക. അപ്പോൾ ഇത് രണ്ടും 0 അല്ലേ? എയും ബിയും ഇല്ല. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ വരിക? x - 0 whole square + y - 0 whole square + z - c whole square = r². ഓക്കെ ആണോ? ഓക്കെ, ഈ ഇക്വേഷനെയാണ് നമ്മൾ ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ്റെ ഉള്ളിൽ നിന്ന് 2 ആർബിറ്ററി കോൺസ്റ്റന്റ് അവിടെയുണ്ട്. ആരൊക്കെയാണ് ആർബിറ്ററി കോൺസ്റ്റന്റ്? സിയും ആറും. ആ സിനെയും ആറിനെയും നമ്മൾ കളയണം. ആ സി വരുന്ന ടേം ഇല്ലാണ്ടായി പോകണം, 6 വരുന്ന ടേമും ഇല്ലാണ്ടായി പോകണം. ഓക്കെ, നോക്കാം. ഇത് പഠിച്ചോളൂ. ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റഡ് ആണ്. ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത പോലെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നല്ല. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ എഴുതി പഠിച്ചോളൂ. എങ്ങനെയാണ് അങ്ങനെ വന്നു വെച്ചാൽ അങ്ങനെ തന്നെ വന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ചെയ്യാം. അപ്പോൾ ആദ്യം എഴുതാണ് ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്നു. ഓക്കെ ആണോ? അപ്പോൾ x² ഡെറിവേറ്റീവ് 2x + y² ഡെറിവേറ്റീവ് അറിയില്ല, 0. ഇനിയാണ് ശ്രദ്ധിക്കുക. ഇവിടെ ഇസഡിന്റെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 0 എന്ന് കൊടുക്കരുത്. കാരണം ഇവിടെ എന്താ ഫംഗ്ഷൻ? നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ മുഴുവൻ ശ്രദ്ധിക്കണേ, നമ്മുടെ ഈ ഒരു മോഡ്യൂളിൽ മുഴുവൻ z ഈസ് എ ഫംഗ്ഷൻ ഓഫ് x, y എന്നാണ്. z എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് x, y ആണ്. എക്സിലും വൈയിലുമുള്ള ഫംഗ്ഷൻ ആണ് ആര്? z. ശ്രദ്ധിക്കണേ, ഈ ഒരു മോഡ്യൂളിൽ മുഴുവൻ ഇസഡിന്റെ ഉള്ളിൽ ആരുണ്ട്? എക്സും വൈയും ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇസഡ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. ഇസഡ് എന്നുള്ളത് ഒരിക്കലും എന്തല്ല, സെഡ് എന്നുള്ള വാല്യൂ ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് അല്ല. മനസ്സിലായോ? സെഡ് കോൺസ്റ്റന്റ് അല്ല. അപ്പോൾ സെഡ് - സിയുടെ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? സെഡ് ക്ലിയർ പോയോ? പോയില്ലല്ലോ കണക്ഷൻ? ഹലോ, എല്ലാവരും പോകുന്നു, അതുകൊണ്ടാ 4 ആൾക്കാർ പോയി. ഓക്കെ, z - c ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 × z - c എന്നാണ്. ശ്രദ്ധിക്കണേ, z - c ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇതെങ്ങനെയും പഠിച്ചോളൂടാ. z - c ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 × z - c. കഴിഞ്ഞിട്ടില്ല, ഇൻറ്റു അതിൻ്റെ ഉള്ളിലത്തെ ടേമിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ കേട്ടോ. z - c ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2 × z - c. ഇനി ശ്രദ്ധിച്ചോളൂ, ഇസഡിനെ നമ്മൾ എപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്താലും, ഇസഡിനെ നമ്മൾ എവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്താലും
ഇൻറ്റു എന്ത് എഴുതണം, ഇൻറ്റു ഡോ ഇസെഡ് ബൈ ഡോ എക്സ് എന്ന് എഴുതണം, മൈനസ് 0. ഇതിൻ്റെ ഉള്ളിലത്തെ ഡെറിവേറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കണേ, ഒന്നുകൂടി എടുത്ത് പറയാം. ഇസെഡ് മൈനസ് സി ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഇസെഡ് മൈനസ് സി. ഇസെഡ് മൈനസ് സി ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 ഇൻറ്റു ഇസെഡ് മൈനസ് സി. കഴിഞ്ഞിട്ടില്ല, ഇൻറ്റു എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ കൊണ്ട് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതാണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷണൽ റൂൾ. അതിൻ്റെ ഉള്ളിലുള്ളതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഡോ ഇസെഡ് ബൈ ഡോ എക്സ് മൈനസ് സിയുടെ ഡെറിവേറ്റീവോ 0. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈക്വൽ ടു അപ്പുറത്ത് ആർ സ്ക്വയർ കോൺസ്റ്റന്റ് അല്ലേ, അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0. ഒന്നുകൂടി നീറ്റായിട്ട് എഴുതാണ്. 2x പ്ലസ് 2 ഇൻറ്റു ഇസെഡ് മൈനസ് സി ഡോ സെഡ് ബൈ ഡോ എക്സിന് നമ്മൾ എന്ത് കൊടുക്കും? പി എന്ന് കൊടുക്കും, ഈക്വൽ ടു 0. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ അവിടെ നിർത്തിയിട്ട് 2x അങ്ങോട്ട് കൊണ്ടുപോകണേ. അല്ലെങ്കിൽ 2x ഈക്വൽ ടു 2 ഇൻറ്റു ഇസെഡ് മൈനസ് സി ഇൻറ്റു പി മൈനസ് 2 ഇൻറ്റു ഇസെഡ് മൈനസ് സി ഇൻറ്റു പി. ശ്രദ്ധിക്കണേ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ പഠിക്കുക. 2x അവിടെ നിർത്തിയിട്ട് 2 ഇൻറ്റു ഇസെഡ് മൈനസ് സി ഇൻറ്റു പിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഓക്കെ ആണോ? അതിൽ 2 ക്യാൻസൽ ചെയ്തു, പിനെ അങ്ങോട്ട് കൊണ്ടുവന്നു. എല്ലാ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത്? അല്ല, എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സ് ബൈ പി ഈക്വൽ ടു ഇസെഡ് മൈനസ് സി എന്ന് കിട്ടും. ബോക്സിലാക്കുക. ഇക്വേഷൻ നമ്പർ 2 ഇതിങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. മൈനസ് ഈ 2 ഇൻറ്റു ഇസെഡ് മൈനസ് ഇൻറ്റു പി അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് അങ്ങോട്ട് പോകും. മനസ്സിലായോ? 2 അതായത് ഈ രണ്ട് ടേമിൽ ഇത്രയും ടേമിനെ ഈക്വൽറ്റിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം നമ്മൾ. അപ്പോൾ 2x ഈക്വൽ ടു ഇത്രയും ടേം അപ്പുറത്തേക്ക് പോകുമ്പോൾ ഒരു -2 മൈനസ് അവിടെ ഉണ്ടായിരുന്നല്ലേ, സോറി. അപ്പോൾ 2 വെട്ടി പോകുമ്പോൾ മൈനസ് അവിടെ ഉണ്ട്, മൈനസ് ഓഫ് ഇസെഡ് മൈനസ് സി. ഓക്കെ, കറക്റ്റാണ്. അതല്ലേ ചോദിച്ചേ? മൈനസ് അവിടെ ഉണ്ട് കേട്ടോ, ഞാൻ വിട്ടുപോയതാ. അപ്പോൾ ഇങ്ങനെ കിട്ടിയോ? മൈനസ് ഓഫ് ഇസെഡ് മൈനസ് സി. ഇതേപോലെ വൈയിൽ ഇതേപോലെ സെയിം ഡിഫറൻഷ്യൽ കൊടുക്കുക. ഏതാ? ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു y. ഇതേപോലെ തന്നെ വരും 2y 0 പ്ലസ് 2y പ്ലസ് 2 ഇൻറ്റു ഇസെഡ് മൈനസ് സി ഇൻറ്റു ഡോ ഇസെഡ് ബൈ ഡോ y മൈനസ് 0 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നേരത്തെ പോലെ 2y പ്ലസ് 2 ഇൻറ്റു ഇസെഡ് മൈനസ് സി ഇൻറ്റു ക്യൂ ഈക്വൽ ടു 0. അതങ്ങോട്ട് ചാടിക്കുമ്പോൾ 2y ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു ഇസെഡ് മൈനസ് സി ഇൻറ്റു ക്യൂ. 2 ക്യാൻസൽ ചെയ്തു. y ബൈ ക്യൂ ഈക്വൽ ടു മൈനസ് ഓഫ് ഇസെഡ് മൈനസ് സി. ബോക്സിലാക്കിക്കുക. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. കഴിഞ്ഞു കേട്ടോ പ്രോബ്ലം. എക്സാമിന് ചോദിച്ചതാണ്, എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചോളൂ. എഴുതാം. ഫ്രം 2 and 3 നമുക്ക് എന്ത് കിട്ടി? എക്സ് ബൈ പി ഈക്വൽ ടു വൈ ബൈ ക്യൂ. ഇതാണ് ആൻസർ കേട്ടോ. ഫ്രം 2 and 3 വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. എന്താണ്? ക്യൂ എക്സ് ഈക്വൽ ടു പി വൈ. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫ്രം 2 and 3 ഇത് രണ്ട് സൈഡ് വെക്കേറ്റ് ചെയ്യാം കേട്ടോ. ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 പ്രാവശ്യം ചോദിച്ചതായിട്ട് കണ്ടു. ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഓൾ സ്പിയർ whose center lie on the z axis. Whose center lie on the z axis. ഓക്കെ എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഓക്കെ, അപ്പോൾ ഈ ആർബിട്രറി കോൺസ്റ്റന്റ് ചെയ്യുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ആർബിട്രറി ഫംഗ്ഷൻ ആണ് നമുക്ക് ഫുള്ള് ചോദിച്ചേക്കണേ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമാണ്, 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ.
ബാക്കി എല്ലാ ക്വസ്റ്റ്യനിലും ആർബിട്രറി ഫംഗ്ഷനെ എലിമിനേറ്റ് ചെയ്യാൻ ചോദിച്ചേക്കണേ. ഓക്കെ, ആർബിട്രറി ഫംഗ്ഷനെ എലിമിനേറ്റ് ചെയ്യാനാണ് ചോദിച്ചേക്കണേ. ക്വസ്റ്റ്യൻ ഏതാണ്? ബൈ എലിമിനേറ്റിംഗ്, രണ്ടാമത്തെ ടൈപ്പാണ്. ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി ഫംഗ്ഷൻ വന്നാൽ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം? ഓക്കെ, ഫോർമാറ്റ് PDE ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി ഫംഗ്ഷൻ. ഒരു ആർബിട്രറി ആയിട്ട് ഒരു ഫംഗ്ഷൻ വന്നാൽ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം? 2 3 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് രക്ഷയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞോട്ടെ. 2016 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഞാനിതിലുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. 2016 തന്ന ക്വസ്റ്റ്യനാണ്. ഒബ്റ്റെയിൻ ദി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ക്വസ്റ്റ്യൻ ഇതാണ്. ഒബ്റ്റെയിൻ ദി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ബൈ എലിമിനേറ്റിംഗ്, അത് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയില്ല. ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി ഫംഗ്ഷൻ ഫ്രം x² plus y² plus z² equal to f of x into y, f of x into y. By eliminating arbitrary function. എന്താണ് ഫംഗ്ഷൻ? x² plus y² plus z² equal to f of x, y. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിതിൽ ചെയ്യുന്നത് എന്താണെന്നറിയോ? അതിൽ വരുന്ന f എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അല്ലേ, ആ f എന്നുള്ള ഫംഗ്ഷനെ കളയുക.